നിർണായകമായ കോടതി വിധിക്ക് ശേഷം ഷാരോണിൻ്റെ മാതാപിതാക്കളൊപ്പം തന്നെ ജ്യേഷ്ഠ സഹോദരനും കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. കോടതിക്ക് മുന്നിൽ വെച്ച് തന്നെ ആശ്വാസകരമായ വിധിയാണ്, കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ ആശ്വാസം അമ്മയും പിതാവും ഒപ്പം തന്നെ ബന്ധുക്കളും രേഖപ്പെടുത്തിയിരുന്നു. വലിയ തരത്തിൽ വിധിയുണ്ടായി, പ്രതീക്ഷിച്ച വിധി തന്നെ ഉണ്ടായി. അത് തന്നെയാണ് അമ്മ പറയുന്നത്. അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. അമ്മ നേരത്തെ തന്നെ ആദ്യം ഈ കുറ്റം വിധിച്ചപ്പോൾ തന്നെ പറഞ്ഞു വലിയ തരത്തിലുള്ള വിധി ഉണ്ടാവും, കാരണം അത്തരത്തിലുള്ള തെളിവുകളുണ്ടായിരുന്നു. നീണ്ട 2 വർഷത്തെ കാത്തുകിരിപ്പ്, നിയമ പോരാട്ടം, വിവിധ തരത്തിലുള്ള വിചാരണകൾ ഇതെല്ലാം പൂർത്തിയാക്കിയാണ് അവസാനം വിധി ഉണ്ടായത്. വിധിയിൽ ആശ്വസിക്കാനുള്ള വിധി തന്നെ ലഭിച്ചു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അമ്മ? ഈ വിധി ഞങ്ങൾക്ക് വളരെ തൃപ്തിയാണ്. ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ അന്ന് മുതൽ എൻ്റെ മകനെ കാണാതായി ഇരിക്കാൻ എനിക്ക് പറ്റൂല. അന്ന് മുതൽ ഉരുക്കി പ്രാർത്ഥിച്ചത് എൻ്റെ മോനും നഷ്ടമായി എനിക്ക്. അപ്പോൾ അവക്കെങ്കിലും ഒരു നല്ലൊരു ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ ദിവസം ഒരുപാട് സമയം ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് അവൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി. എൻ്റെ നിഷ്കളങ്കനായ എൻ്റെ പൊന്നുമോൻ്റെ നിലവിളി ദൈവം കേട്ടു. ആ ദൈവം നീതിമാനായ നമ്മുടെ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് ആ നീതിമാനായ ജഡ്ജിക്ക് ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നന്ദി, 1000 നന്ദി. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥ, ക്രൈംബ്രാഞ്ച്, പാർശല സ്റ്റേഷൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഒരുപാട് നമ്മുടെ വിനീത് കുമാർ സാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ ഞാൻ എടുത്തു പറയേണ്ടത് മീഡിയാസിനാണ് കൂടുതൽ. അപ്പം മീഡിയാസിന് എല്ലാവരും ഞങ്ങളോടൊപ്പം നിന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ജനങ്ങളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നന്ദി അർപ്പിച്ചുകൊള്ളും. ഈ കോടതിയിൽ വലിയ തരത്തിലുള്ള നിരീക്ഷണമാണ് ജഡ്ജി നടത്തിയത്. അതായത് രക്ഷകർത്താക്കളെ കൂടി കാണണമെന്ന് ജഡ്ജി തന്നെ പറയുന്നു. പ്രതി മാത്രം കണ്ടാൽ പോരാ, രക്ഷകർത്താക്കൾ കൂടി കാണണമെന്ന് പറയുന്നു. അങ്ങനെ ഈ വിധി പ്രസ്താവം നടത്തുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ നടത്തി. അപ്പോഴും ഒരു തരത്തിലുള്ള ഭാവപകർച്ചയുമില്ലാതെ വിധി കേട്ടിരിക്കുകയെന്ന് പൊട്ടിക്കറിയായിരുന്നു അമ്മയും അച്ഛനും. അപ്പോഴും ഒരു തരത്തിലുള്ള ഭാവപകർച്ചയില്ലാതെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കോടതിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി? എനിക്കത് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് നോക്കിയില്ല. ഞാൻ സ്ട്രെയിറ്റായിട്ട് കയറി ബഹുമാനപ്പെട്ട ജഡ്ജി അങ്ങോട്ട് ആ മുഖത്തോട്ടാണ് നോക്കിയിരുന്നത്. എനിക്ക് കാണുമ്പോഴൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വിനീത് കുമാറിനെ തന്നെ അദ്ദേഹത്തിന് നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സർക്കാർ അത് കേട്ടു. അത് ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവായി മാറിയില്ല. സർക്കാരിൻ്റെ തീരുമാനം കറക്റ്റായിരുന്നു. ഞങ്ങളന്ന് വീട്ടിൽ വന്നപ്പോൾ 25-ാം തീയതി നടന്ന് 26-ാം തീയതി ഞങ്ങൾ കേസ് വലിയത്. അപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്തോ അത് പറഞ്ഞു. ഗവൺമെൻറ് അത് അംഗീകരിച്ചു തന്നു. ഞങ്ങൾക്ക് അന്വേഷണം പ്രഖ്യാപിച്ച് ക്രൈംബ്രാഞ്ച് അടുത്തൊരു ടീമിനെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ശക്തമായി ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഈ കൊലപാതകത്തിൽ പരമാവധി കോടതിക്ക് നൽകാൻ കഴിയുന്നത് എന്ന് പറയുന്നത് വധശിക്ഷയാണ്. ആ വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ലഭിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ കോടതി വിചാരണ നടപടികളിൽ തന്നെ മാതാപിതാക്കൾക്ക് അവിടെ പോകാനായി. ഇന്ന് മജിസ്ട്രേറ്റ് തന്നെ, ജഡ്ജി തന്നെ പറഞ്ഞു ഈ കാര്യത്തിൽ മാതാപിതാക്കളെ കൂടി കാണണമെന്നും ഇരയുടെ ബന്ധുക്കൾ തന്നെ ഇക്കാര്യങ്ങൾ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരിട്ട് കണ്ടല്ലോ വിധി ഈ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് തോന്നി പിതാവെന്ന നിലയിൽ? അല്ല, മജിസ്ട്രേറ്റ് അത് കറക്റ്റ് ഞങ്ങളെ കാര്യങ്ങൾ ബോധ്യമായിട്ട് അവരകത്ത് വന്നോട്ടെ. സാറിന് ഞങ്ങളെ ഈ കേസിന് എല്ലാ അർത്ഥത്തിലും നല്ല സഹായം ഉണ്ടായിരുന്നു, എല്ലാ ഭാഗത്തും. ഇപ്പോൾ പാറശാല സ്റ്റേഷനിൽ നിന്ന് ലോക്കൽ പോലീസാണ് ആദ്യം അന്വേഷിച്ചത്. അപ്പോൾ തന്നെ രക്ഷകർത്താക്ക് പരാതി, നിങ്ങൾക്ക് അതിനകത്ത് ശരിയായ അന്വേഷണമല്ല നടത്തുന്നതെന്നുള്ള സംശയം വന്നു. ഉടൻ തന്നെ സർക്കാരിനെ സമീപിച്ചു. ഉടൻ തന്നെയാണ് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് മാറുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ ശില്പ കാസർഗോഡ് നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് കൂട്ടായ പ്രവർത്തനത്തിന് കിട്ടിയ വിജയമാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായതെന്ന്. ഈ അന്വേഷണത്തെ പിതാവ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അന്വേഷണം പാറശാല ആദ്യം കൊടുത്ത് അല്പം ഒന്ന് ഇതായെങ്കിലും അത് പിറ്റേ ദിവസം തൊട്ട് അത് നോർമലായിട്ടുണ്ട്. ഞങ്ങൾ ഒരു പുതിയ അന്വേഷണ ടീമിനാണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അത് സാധിച്ചു തന്നിട്ടുണ്ട്. മകൻ്റെ വിയോഗത്തിലും ഈ വിധി ആശ്വാസകരമാണല്ലേ? മകൻ്റെ ഇതിന് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയൊരു മനസ്സിന് അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ.
തീർച്ചയായും മാതാപിതാക്കളാണ് നമ്മോട് പ്രതികരിച്ചത്. അവിടെ ഈ പറഞ്ഞ കോടതി വിധിയിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഈ ശിക്ഷ വിധിക്കുന്ന ഘട്ടത്തിൽ കോടതിക്കുള്ളിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയാണ് മാതാപിതാക്കൾ ഇത് കണ്ടിരുന്നത്. അതിനുശേഷം അവർ വീട്ടിലെത്തിയ ശേഷമാണ് വീണ്ടും നമ്മൾ അവരുടെ നിന്ന് പ്രതികരണം എടുക്കുന്നത്. അവർ പറഞ്ഞത് വലിയ തരത്തിലുള്ള വിയോഗമാണ് മകനെ നഷ്ടപ്പെട്ടതിലൂടെ ഉണ്ടായത്, എങ്കിലും ആശ്വാസകരമായ വിധി ഉണ്ടായിരിക്കുന്നു. പരമാവധി ഗ്രീഷ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന കൊടും കുറ്റവാളിയായ തൻ്റെ മകനെ ഈ വഞ്ചിച്ച് കമിതാവിനെ വിളിച്ചു വരുത്തി വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ എന്ന 1-ാം പ്രതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. വലിയ ആശ്വാസമാണ് എന്നാണ് അവർ കൈരളി ന്യൂസിനോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.